സംസ്ഥാന സർക്കാരിൻ്റെ പുതിയ RRTS പദ്ധതി ശുദ്ധ വിവരക്കേടെന്ന് മെട്രോമാൻ ഇ ശ്രീധർ. താൻ മുന്നോട്ട് വച്ച അതിവേഗ പാതയെ അട്ടിമറിക്കാനുള്ള നീക്കമാണിതെന്നും അദ്ദേഹം ആരോപിച്ചു. RRTS അംഗീകരിക്കപ്പെട്ട റെയിൽവേ സംവിധാനമല്ല ഇത്. റെയിൽവേ ആക്ട് പ്രകാരം നടപ്പാക്കാൻ കഴിയില്ല. മെട്രോ ആക്ട് പ്രകാരം മാത്രമേ RRTS വിഭാവനം ചെയ്യാൻ സാധിക്കൂവെന്നും ഇ ശ്രീധർ വ്യക്തമാക്കി. നേരത്തെ കേരളത്തിൽ അതിവേഗ റെയിൽപാത തുടങ്ങുന്നതിനായുള്ള DPR തയ്യാറാക്കാനാണ് അവകാശപ്പെട്ട് ഇ ശ്രീധർ പൊന്നാനിയിൽ ഓഫീസ് തുറന്നിരുന്നു. കേന്ദ്ര റെയിൽവേ മന്ത്രി DPR തയ്യാറാക്കാൻ ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നുവെന്നാണ് അദ്ദേഹത്തിൻ്റെ അവകാശവാദം. ഇതിനിടയിലാണ് സിൽവർ ലൈൻ പദ്ധതിക്ക് ബദലായി RRTS പദ്ധതിയുമായി സംസ്ഥാന സർക്കാർ മുന്നോട്ട് വന്നത്. ഇതിന് മന്ത്രിസഭയും അംഗീകാരം നൽകി. പിന്നാലെ ഗതാഗത വകുപ്പ് ഇത് സംബന്ധിച്ച ഉത്തരവും പുറത്തിറക്കി. തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ 583 കിലോമീറ്റർ നീളത്തിൽ നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്ന പദ്ധതിയാണ് RRTS. 12 വർഷം കൊണ്ട് പൂർത്തിയാക്കാനാണ് സർക്കാർ നീക്കം. 4 ഘട്ടങ്ങളിലായാണ് ഈ അതിവേഗ റെയിൽ പദ്ധതി നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്നത്. ഒന്നാം ഘട്ടമായ തിരുവനന്തപുരം മുതൽ തൃശ്ശൂർ വരെയുള്ള 284 കിലോമീറ്ററിനാണ് ഇപ്പോൾ അനുമതി ലഭിച്ചിരിക്കുന്നത്. ഒന്നാം ഘട്ട നിർമ്മാണം 2027 തുടക്കമിട്ട് 2033 പൂർത്തിയാക്കാനാണ് സർക്കാർ ഉദ്ദേശിക്കുന്നത്. 1,92,780 കോടിയാണ് പദ്ധതിയുടെ ചെലവെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ട്.